ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കയ്യിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ ഇനി ഒരു പാട്ട് കേൾക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് രാത്രികാലം പാട്ട് പാടുന്നത് സിസ്റ്റർ റിൻസി ജഫാണ്. റിൻസിയെ വളരെ സ്നേഹത്തോടെ പാട്ട് പാടുവാനായിട്ട് ലൈനിലേക്ക് ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം ദൈവമക്കളോട് ചേർന്ന് ഒരു പ്രാവശ്യം കൂടെ പ്രയർ ലൈനിൽ കടന്നു വന്നത് വലിയവനാകുന്ന ദൈവത്തെ അവിടുന്ന് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭത്തിനായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കുന്നെൻ ഹൃദയം. മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കുന്നെൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ,
വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പാടുവാൻ റെഡ്സിയെ കർത്താവ് സഹായിച്ചല്ലോ. താങ്ക് യു റെഡ്സി. ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിനെ ഊർജ്ജത്തിനെയും നമുക്ക് ദൈവസന്നിധിയിൽ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കുഞ്ഞിനെ റെഡ്സിയെയും ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമുക്ക് ബലം തരുന്ന, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവത്തെക്കുറിച്ച് പാടുവാൻ രാത്രികാലവും ദൈവം സഹായിച്ചല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ പാട്ടുകളൊക്കെ കേൾക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. നമുക്കതൊക്കെ ധൈര്യമാണ്, അത് നമുക്ക് ബലമാണല്ലോ. ഹല്ലേലൂയ. ഈ രാത്രികാലവും ദൈവത്തെ പാടി സ്തുതിപ്പാൻ കർത്താവ് നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനി നമ്മൾ ദൈവവചനത്തിന്റെ മുമ്പിലായുവാൻ പോവുകയാണല്ലോ. ഇന്ന് രാത്രികാലം വചനത്തിൽ നിന്നും സംസാരിക്കുന്നത് പാസ്റ്റർ ജോൺ വർഗീസ് ആണ്. കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ലൈനിലേക്ക് ക്ഷണിക്കും. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം. ഇന്ന് സന്ധ്യയെങ്കിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഏവർക്കും പരിചയമുള്ളതും നമ്മളെല്ലാവർക്കും മനപ്പാഠം അറിയാവുന്നതുമായ ഒരു സങ്കീർത്തനം ഇന്ന് സന്ധ്യയെങ്കിലെ നമ്മുടെ അനുഗ്രഹത്തിനായി വായിച്ച് അതിൽ നിന്ന് കർത്താവിനെ ഏൽപ്പിച്ച ദൂതെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 121 സങ്കീർത്തനം ആരെങ്കിലും വായിച്ച് സഹായിച്ചു. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. കരുണയുള്ള കർത്താവേ, ഞങ്ങളോട് ദയയുണ്ടാകണമേ. ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ആലോചന ഗ്രഹിച്ച് സന്തുഷ്ട മനസ്സുള്ളവരായി, അനുഗ്രഹം പ്രാപിച്ചവരായി, തിരുനാമത്തിന് മഹത്വം നൽകുന്നവരായി തീരുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. എതിരായുള്ള ദുഷ്ടശക്തികളെ ഫൽസിക്കണമേ, മഹത്വം എടുക്കണമേ. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. 8 വാക്യങ്ങളുള്ള 121 സങ്കീർത്തനം നമ്മൾ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ അച്ഛ അമ്മ എന്നൊക്കെ പറയുന്ന ആ പ്രായമാകുമ്പോൾ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ മനപ്പാഠം പഠിപ്പിക്കുവാൻ ഉത്സാഹിപ്പിക്കുകയും നമുക്കേവർക്കും ക്രിസ്തീയ കുടുംബത്തിൽ റിഗാർഡ്ലെസ് ഓഫ് വിച്ച് ഡിനോമിനേഷൻ or mainstream or Pentecostal or whichever churches you go to, അവർക്കെല്ലാം കാണാതറിയാവുന്ന ആ സങ്കീർത്തനമാണ്. ഞാൻ ഇന്നതുപോലെ ഓർക്കുന്നു, ഞാനൊരു കുഞ്ഞായിരിക്കുന്നതായ സന്ദർഭത്തിൽ, നന്നാ ചെറുപ്പമായിരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ മദർ, എൻ്റെ അമ്മ എന്നെ ഈ സങ്കീർത്തനം കാണാതെ പഠിപ്പിക്കുന്നത് 23 സങ്കീർത്തനം പോലെ പല സങ്കീർത്തനങ്ങൾ പഠിപ്പിച്ചപ്പോൾ എന്നെ കാണാതെ പഠിപ്പിച്ച ഒരു സങ്കീർത്തനമാണ് 121 സങ്കീർത്തനം. ചരിത്രം അതുപോലെ തന്നെ പ്രവചനം ഇവ രണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രാർത്ഥനാഗീതമാണ് 120, 121 സങ്കീർത്തനങ്ങൾ. 120 സങ്കീർത്തനത്തിന്റെ ഓരോ മർമ്മങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് 121 സങ്കീർത്തനത്തിലേക്ക് കണ്ണോടിക്കുമ്പോഴാണ് ഇതിലെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ, അതാണ് 120 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവർ കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ പോകുകയാണ്. അപ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 120 സങ്കീർത്തനത്തിൽ കാണുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. 5-ാം വാക്യത്തിൽ 120 ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. 6-ാം വാക്യം സമാധാന ദേശിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതിയായി.
ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അന്ന് ഇന്നും പ്രത്യേകിച്ച് അതാണ് അതിന്റെ പ്രവചനം. ഇന്ന് ചിതറിക്കിടക്കുന്ന യഹൂദന്മാർ ഹല്ലേലൂയ മേശക്ക് എന്നൊക്കെയും പറയുന്നത് റഷ്യയോടുള്ള ബന്ധത്തിലാണ്. ഹല്ലേലൂയ റഷ്യ ഇസ്രായേൽ മക്കളെ വളരെയധികം പീഡിപ്പിച്ച രാജ്യങ്ങളിൽ ഒന്നാണ്. കേദാർ കൂടാരങ്ങളിലൊക്കെ പാർക്കുന്ന സന്ദർഭത്തിൽ അവർ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന നിലവിളിയാണ് 120-ാം സങ്കീർത്തനം പ്രാവചനികമായി പഠിക്കുമ്പോൾ. എന്നിട്ടാണ് ഹല്ലേലൂയ 7-ാം വാക്യത്തിൽ ഞാൻ സമാധാനപ്രിയനാകുന്നു ഒരു ഇസ്രായേല്യൻ പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ സംസാരിക്കുമ്പോഴോ ജാതികൾ ഇസ്രായേലിനെതിരായി കലശൽ കൂട്ടുന്നതാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭക്തനായ ഇസ്രായേല്യൻ പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. 8-ാം വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് മടങ്ങി വരാം. 8-ാം വാക്യത്തിൽ യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഇവിടെ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചിട്ട് ഇതിലെ ഡീറ്റെയിൽഡ് കാര്യങ്ങളിലേക്ക് സമയത്തിനുള്ളിൽ കടന്നു പോകുവാനാണ് ഞാൻ ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഓർപ്പിച്ചുവല്ലോ. 120-ാം സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ മേശക്കിലും ഹല്ലേലൂയ മേശക്ക് എന്ന് പറയുന്നത് വേദവിദ്യാർത്ഥികളുടെ അഭിപ്രായ പ്രകാരം മോസ്കോ എന്നാണ് അതിന്റെ അർത്ഥം. കേദാർ കൂടാരങ്ങളിലും ഒക്കെയും പാർത്ത് ഹല്ലേലൂയ സ്തോത്രം കഷ്ടതയും ഹല്ലേലൂയ നിന്ദയും അപമാനവും ഹല്ലേലൂയ പതിനായിരക്കണക്കിന് യഹൂദന്മാരെ നിർദാക്ഷിണ്യം കൊല്ലുകയും ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം ആയിരിക്കുന്ന ഇസ്രായേൽ മക്കൾ ഒരു വിടുതലിനായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 121-ാം സങ്കീർത്തനത്തിൽ. ഹല്ലേലൂയ അവരുടെ ഒരു കൊതി നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ യഹോവയുടെ പർവ്വതത്തിലേക്ക് പോകണം. 8-ാം വാക്യത്തിൽ നാം പഠിക്കുന്നതായ സന്ദർഭത്തിൽ യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കും. പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരെ യാത്ര ചെയ്യുമ്പോൾ ഈ 121-ാം സങ്കീർത്തനം ഉരുവിട്ടതിന് ശേഷമാണ് ഹല്ലേലൂയ സ്തോത്രം ഇതിനോട് അനുബന്ധിച്ചുള്ള ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ കർത്താവിൽ പരമേൽപ്പിച്ച് നാം യാത്ര അയക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഗമനത്തെയും ആഗമനത്തെയും മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായ കർത്താവ് പരിപാലിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് ഹല്ലേലൂയ എപ്പോഴും നാം പ്രാർത്ഥിക്കുകയും അത് വിശ്വാസത്താൽ ഏറ്റെടുക്കുകയും ചെയ്യണം, നല്ലത് തന്നെ. എന്നാൽ 8-ാം വാക്യത്തിന് അതിനപ്പുറമായ ഒരു വലിയ ആത്മീക അർത്ഥമുണ്ട്, ഒരു ചരിത്ര അർത്ഥമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ടെററിസ്റ്റിനെയാണ് ഭയപ്പെടേണ്ടത്. യഹൂദന്മാർക്ക് യാത്ര ചെയ്യുമ്പോൾ വളരെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ഒരു യഹൂദനെ കൊല്ലുവാൻ തക്കവണ്ണം. ഈ കഴിഞ്ഞ ദിവസവും നമുക്കറിയാമല്ലോ, ഒക്ടോബർ 7-ാം തീയതി 1400 പേരെയാണ് നിർദാക്ഷിണ്യം കൊന്നത്. ഹല്ലേലൂയ ഒരു വ്യക്തി 10 പേരെ കൊന്നിട്ട് അവന്റെ പിതാവിനെ ഒരു ഹമാസ് വിളിച്ചു പറയുകയാണ്, അവന്റെ അപ്പനോട് പറയുകയാണ് ഞാൻ 10 പേരെ കൊന്നെന്നും പറഞ്ഞ് അപ്പനും മോനും കൂടെ ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ യഹൂദന്മാരെ അവരെ കൊന്ന് അവരുടെ ശവത്തിന്മേൽ ഹല്ലേലൂയ മലമൂത്ര വിസർജനം പരസ്യമായി ചെയ്യുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഫൈനൽ റെസ്പെക്ട്, ഡെഡ് ബോഡിക്ക് ഫൈനൽ റെസ്പെക്ട് ആണ് ഈ രാജ്യത്തിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ പ്രൊസഷൻ ഒക്കെ പോകുമ്പോൾ ഹല്ലേലൂയ നമുക്കറിയാം ക്യാപ്പ് ഊരിക്കൊണ്ട് ഒരു പോലീസുകാരൻ പോലും അവന്റെ ക്യാപ്പ് ഊരി നിന്നാണ് നമ്മുടെ ഫ്യൂണറൽ സർവീസ് ഒക്കെ നടത്തുന്നത്. ഫൈനൽ റെസ്പെക്ട് ഓഫ് എ പേഴ്സൺ, അതാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ അല്ലാത്തവർക്ക് ടിക്കറ്റ് കൊടുക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഈ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം യഹൂദന്മാർ ഉത്സവങ്ങൾക്ക് കുറഞ്ഞ വർഷം 3 പ്രാവശ്യമെങ്കിലും ഹല്ലേലൂയ യെരുശലേമിൽ കടന്നു വരേണം. അവർ കടന്നു വരുന്ന സന്ദർഭത്തിൽ കാടുകളും മലകളും കള്ളന്മാരും കൊള്ളക്കാരും വിവിധ ജാതികളും ഒക്കെ പാർക്കുന്നതായ സ്ഥലം. യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോയ ഒരുവനെ കള്ളൻ പിടിച്ചതായ കാര്യവും ഹല്ലേലൂയ നല്ല ശമരിയാക്കാരൻ വന്ന് രക്ഷിച്ചതുമൊക്കെ ഉപമയായിട്ട് നമ്മുടെ പറയുന്നത് നമുക്കറിയാമല്ലോ.
അങ്ങനെയുള്ള കാലത്തെ അവർ ഭവനത്തിൽ നിന്ന് തിരിക്കുന്ന സന്ദർഭം മുതൽ ഹല്ലേലൂയ അവർ പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളുടെ ഗമനത്തെയും ആഗമനത്തെയും അങ്ങയെ ആരാധിപ്പാൻ, ഹല്ലേലൂയ അങ്ങയ്ക്ക് യാഗം കഴിക്കുവാൻ, അങ്ങയുടെ കൽപ്പന ഉത്സവങ്ങളിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഞങ്ങളുടെ ഗമനത്തെയും ആഗമനത്തെയും കർത്താവ് മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി പരിപാലിക്കുന്നതിനാൽ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര തിരിക്കുകയും മടങ്ങി വന്നതിന് ശേഷം ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയും ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. ഇതൊരു പ്രവചന സങ്കീർത്തനമാണ്. യഹൂദന്മാരുടേതായിട്ടുള്ള തൽമൂദിലെ ഹല്ലേലൂയ സ്തോത്രം വ്യാഖ്യാന കമന്ററികളിലെ ഹല്ലേലൂയ സ്തോത്രം അവിടെ പ്രത്യേകം അവരെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ 120, 121, 119 ഇവയെല്ലാം ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങൾ എന്നാണ് അവരെ പറഞ്ഞിരിക്കുന്നത്. ആരോഹണ സങ്കീർത്തനം എന്ന് നമുക്കിതിന്റെ തലക്കെട്ടിൽ കാണുവാനായിട്ട് സാധിക്കും. യഹൂദന്മാർ ഹല്ലേലൂയ യെരൂശലേമിൽ ചെന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം ഓരോ പടി യെരൂശലേമിന്റെ ഓരോ പടിയും ചവിട്ടി ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്ത ദേശത്തെ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആലയത്തിലേക്ക് പോകുന്നതായ ആരോഹണ സങ്കീർത്തനം, അവരോഹണ സങ്കീർത്തനങ്ങളൊക്കെ ഉണ്ട്. അന്നേരം അവർ മനപ്പാടമായി പാടുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് 120, മറ്റൊന്നാണ് 121. ആരോഹണ സങ്കീർത്തനങ്ങൾ നമുക്ക് തുടർമാനമായി കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഗമനത്തെയും ആഗമനത്തെയും നവംബർ മാസത്തിന്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഹല്ലേലൂയ ചില മണിക്കൂറുകൾക്കകം നാം ഡിസംബർ 1 പ്രവേശിക്കുകയാണ്. വിതിൻ എ മന്ത് ഹല്ലേലൂയ 2024 നാം പ്രവേശിക്കുകയാണ്. എത്ര വേഗമാണ് ഓരോ വർഷവും ഓരോ ദിവസവും നമ്മുടെ കൺമുമ്പിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി കർത്താവ് നമ്മെ പരിപാലിക്കുന്നു എന്നോർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിസ്തോത്രങ്ങൾ കരയറ്റുവാൻ നാം ഹല്ലേലൂയ കടംപെട്ടിരിക്കുന്നു. വിശേഷാൽ ഹല്ലേലൂയ നാം ആരാധനയ്ക്ക് പോകുമ്പോൾ, നാം മടങ്ങി പോകുമ്പോൾ നമ്മുടെ തലമുറകളെ, നമ്മുടെ വാഹനങ്ങളെ നമ്മെ കാത്തു പരിപാലിക്കുകയും ആലയത്തിൽ നിറഞ്ഞു ദൈവ സാന്നിധ്യം വിട്ടുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്യും. സമാധാന ദേശികളോടുകൂടെ പ്രാർത്ഥിച്ച് സമാധാനം നൽകുന്ന ദൈവ സാന്നിധ്യത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് ഹല്ലേലൂയ സ്തോത്രം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. 120, 121. അതുപോലെയല്ലേ നാം ഓരോരുത്തരും ഈ ലോകത്തിലെ ഹല്ലേലൂയ എന്തെങ്കിലും നമുക്ക് സമാധാനം നൽകുന്നുണ്ടോ? ഈ ലോകത്തിന്റെ ഇമ്പങ്ങളോ ഈ ലോകത്തിന്റെ മോഹങ്ങളോ ഹല്ലേലൂയ വെള്ളത്തിന്റെ കുമിള പോലെ മാത്രമുള്ളതായ താൽക്കാലികമായ അവസ്ഥകളോ ഇവയൊന്നും നമുക്ക് ശാശ്വതമായ സന്തോഷം നൽകുകയില്ലല്ലോ. എന്നാൽ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ കണ്ണ് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി കഴിയുമ്പോൾ ഹല്ലേലൂയ അവിടുന്ന് നമുക്ക് സഹായം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്റെ മുമ്പിൽ സമയം ഓടിപ്പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിക്കട്ടെ. 121 1-ാം വാക്യം, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ. ഇവിടെ ലിറ്ററലായിട്ട് പറയുമ്പോൾ യഹോവയുടെ തേജസ് നിറഞ്ഞു വസിക്കുന്ന യെരൂശലേമിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ തന്നെയും നാം ആത്മീകമായി നോക്കുമ്പോൾ എന്റെ സഹായം വരുന്ന സ്വർഗസിയോനിലേക്ക് ഞാൻ നോക്കുന്നു. വേറൊരു വ്യക്തിയല്ല നോക്കുന്നത്. ഇവിടെ ഒന്നാമതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് the determination of a child of God. ഒരു ദൈവ പൈതലിന്റെ ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനം. എന്താണ്? ഞാൻ എന്റെ കണ്ണ് എങ്ങോട്ട് ഉയർത്തുന്നു? ദൈവം വസിക്കുന്ന സിയോൻ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. ഇന്ന് രാത്രിയിൽ ദൈവജനമേ, നാം മറ്റു പല ഇടങ്ങളിലും സഹായത്തിനായി നോക്കുമ്പോൾ
അവയൊക്കെയും നിരാശയാണ് നൽകുന്നത്. രോഗിയാകുന്നുവെങ്കിൽ പല ഡോക്ടേഴ്സ് റിപ്പോർട്ടും നിരാശയാണ് നൽകുന്നത്. ഞാൻ എന്തു ചെയ്യുമെന്ന് ഭയപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ചുറ്റും ഹല്ലേലൂയ കേദാർ കൂടാരങ്ങളിലെയും ഹല്ലേലൂയ മേശക്ക് മോസ്കോയിലെയും പോലെ പ്രോഗ്രാം അങ്ങനെയുള്ള മറ്റ് 20,000 കൂടുതലിൽ യഹൂദന്മാരെയാണ് ഹല്ലേലൂയ റഷ്യയിലെ സ്റ്റാലിൻ ഭരിച്ചതായ സന്ദർഭത്തിൽ പ്രോഗ്രാം എന്ന് പറയുന്നതായ പ്രോഗ്രാം റഷ്യൻ വേർഡ് ഹല്ലേലൂയ അതിൽ കൂടെ യഹൂദന്മാരെ കൊന്നൊടുക്കിയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് റഷ്യയിൽ നിന്നും ഒത്തിരി യഹൂദന്മാര്, ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നും ഒത്തിരി യഹൂദന്മാര് പലസ്തീൻ നാട്ടിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതിൽ ഭൂരിപക്ഷവും കിബൂസ് ആണ്. കിബൂസ് എന്ന് പറയുന്നത് പലസ്തീൻ നാടിന്റെ അതിന്റെ ഗാസായുടെ ബോർഡറിൽ ഹല്ലേലൂയ ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ട് ഹല്ലേലൂയ താമസിക്കുന്ന യഹൂദന്മാർ മാത്രം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അമേരിക്കയിൽ നിന്ന്, സൗത്ത് അമേരിക്കയിൽ നിന്ന്, നോർത്ത് അമേരിക്കയിൽ നിന്ന്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്, കൂടുതലും ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് വന്ന് അവിടെ പാർക്കുന്നവരാണ്. അവര് ഇസ്രായേൽ മക്കളുടെ 9% ഓഫ് വെൽത്ത് ഈ കിബൂസ് ആണ് കൊടുക്കുന്നത്. അത് വലിയ ഒരു ബ്യൂട്ടിഫുൾ സൊസൈറ്റിയാണ്. ഒരു ഈക്വലായിട്ട് എല്ലാം അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ആരെങ്കിലും രോഗിയാണെങ്കിൽ കിബൂസിനെ പറ്റി ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഓൺലൈനിൽ പോയി പഠിക്കുക. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞാല് എനിക്കതുപോലും പറഞ്ഞു തീർക്കുവാൻ സമയം കിട്ടത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവിടെയൊക്കെയും ഇസ്രായേൽ മക്കൾ അനുഭവിച്ച കഷ്ടപ്പാട് കൊണ്ടാണ് അവിടെ കടന്നു വന്ന് ഒരു ഭവനം പോലെ അവിടെ പാർക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ എന്റെ കണ്ണ് ഇന്ന് രാത്രിയില് ഹല്ലേലൂയ എന്ത് രോഗബന്ധനമായിക്കോട്ടെ, എന്ത് പ്രയാസങ്ങൾ പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി ഞാൻ എന്റെ കണ്ണ് മറ്റൊരുവൻ എവിടെ നോക്കുന്നു എന്നുള്ളതല്ല, ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന വ്യക്തിയുടെ അടുക്കലേക്ക് പോകണം എന്നുള്ളതല്ല, ഇന്ന ഡോക്ടേഴ്സിന്റെ അടുക്കൽ പോകണം എന്നുള്ളതല്ല, ഇന്ന മെഡിസിൻ, അതൊന്നും ഞാൻ എതിര് പറയുകയല്ല. ലോകത്തിൽ നമുക്കതൊക്കെയും ആവശ്യമാണ്. എന്നാൽ വാസ്തവമായി നമ്മുടെ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഹല്ലേലൂയ എന്റെ കണ്ണ് ഞാൻ ഉയർത്തും. മറ്റാരും ഉയർത്തിയില്ലെങ്കിലും മൈ ഡിറ്റർമിനേഷൻ ഫസ്റ്റ്, എന്റെ ഡിറ്റർമിനേഷനുമാണ്. രണ്ടാമത് ഹല്ലേലൂയ ലിഫ്റ്റ് അപ്പ് മൈ ഐസ്, അത് ഡെലിബറേഷൻ ആണ്. ഡിറ്റർമിനേഷൻ ആൻഡ് ദെൻ കംസ് ദ ഡെലിബറേഷൻ. ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് പോകുമ്പോഴാണ് കർത്താവ് അവിടുത്തെ കൃപയുടെ ദൃഷ്ടി നമ്മുടെ മേൽ വെക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അണ്ടു ദ ഹിൽസ് ഓഫ് ദ ലോർഡ്, യഹോവയുടെ പർവ്വതത്തിലേക്ക് നോക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹിസ് ഡയറക്ഷൻ അനേക പർവ്വതങ്ങളുണ്ട്. ഹല്ലേലൂയ, പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുകയാണ്. ബാശാൻ പർവ്വതങ്ങൾ കൊടുമുടികളേറിയ പർവ്വതമാണ്. ഹല്ലേലൂയ, ദൈവം വസിക്കുന്ന 68-ാം സങ്കീർത്തനം 15-16 വാക്യങ്ങൾ. ഹല്ലേലൂയ, ആ ദൈവം വസിക്കുന്ന യെരുശലേമിനെ ക്രുദ്ധിച്ച് ഇല്ലാതാക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ബാശാൻ കൂറ്റങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ബാശാൻ പർവ്വതങ്ങൾ സ്പർശിച്ച് നോക്കുന്നതിനെ പറ്റി 68-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലരും നമ്മെ കൊല്ലുവാൻ നോക്കുമ്പോൾ, പലരും നമ്മെ തകർക്കുവാൻ നോക്കുമ്പോൾ, പലരും നമ്മെ ഇല്ലാതാക്കുവാൻ നോക്കുമ്പോൾ, ഈ ലോകത്തിന്റെ ബാശാൻ ശക്തികൾ നമ്മെ വിഴുങ്ങിക്കളയുവാൻ ബുഭുക്ഷതയോടെ അലറുന്ന സിംഹം പോലെ നമുക്കെതിരെ കടന്നു വരുമ്പോൾ, ദൈവജനമേ, നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഹല്ലേലൂയ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഞാൻ സെനറ്ററെ വിളിക്കുമെന്നല്ല, ഞാൻ രാജാവിനെ വിളിക്കുമെന്നല്ല, ഞാൻ ഇന്നയാളിനോട് കംപ്ലൈന്റ് പറയുമെന്നല്ല,
ഞാൻ മറ്റൊരാളോട് പറയുമെന്നല്ല. എനിക്കൊരു തീരുമാനമുണ്ട്. ഞാൻ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ദൈവത്തിങ്കിലേക്ക് നോക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൽ സ്തോത്രം, അവിടെ ദാനിയേല് മഹാകഷ്ടത്തിൽ കൂടെ പോയപ്പോൾ അവൻ കിളിവാതിലുകൾ തുറന്ന് യെരൂശലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. അവന്റെ സഹായം വരുന്ന സിംഹത്തിന്റെ വായെ അടയ്ക്കുവാൻ കഴിവുള്ള, തീയുടെ ബലത്തെ കെടുത്തുവാൻ കഴിവുള്ള കർത്താവിങ്കലേക്ക് അവൻ ദൃഷ്ടി വെക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഇതായിരിക്കണം നമ്മുടെ ഡിറ്റർമിനേഷൻ, ഹല്ലേലൂയ, നമ്മുടെ ഡെലിബറേഷൻ, ഹല്ലേലൂയ, നമ്മുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? സ്വർഗ്ഗസിയോനിലേക്കാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നിന്നാണ് നമ്മുടെ ഹല്ലേലൂയ ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ ഹെൽപ്പ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മുടെ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നോക്കി, ഹല്ലേലൂയ, സ്തോത്രം. The Lord has given me a vast sermon on this. ഇതിന്റെ ഒരു ഭാഗം മാത്രം, അടുത്ത ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നേ ഉള്ളൂ. ഞാൻ തൊടാത്തതായ മറ്റ് ഒരു വാസ്റ്റ് കാര്യങ്ങൾ കർത്താവ് എനിക്കിന്ന് രാവിലെ തന്നത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് വേറൊരു സന്ദർഭത്തിൽ ഭാഗമായി ചിന്തിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രിയില് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കർത്താവ് നോക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ. ഹല്ലേലൂയ. കല്ലെറിയുവാൻ തക്കവണ്ണം എല്ലാവരും വട്ടം കൂടി നിന്ന്, ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, പാപത്തിൽ പിടിച്ച ആ സ്ത്രീയെ, ഹല്ലേലൂയ, മരണഭീതിയിൽ നിന്നപ്പോൾ എല്ലാവരും മാറിപ്പോയപ്പോൾ കർത്താവ് എഴുന്നേറ്റ് അവളോട് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, ഇനിയും നീ പാപം ചെയ്യരുത്. പാപങ്ങൾ മോചിച്ചു കൊടുക്കുന്ന കർത്താവിന്റെ ഒരു നോട്ടം. കാൽവറി ക്രൂശിൽ, ഹല്ലേലൂയ, വളരെ യാതനയിൽ കൂടെ ഇഞ്ചിഞ്ചായി നുറുങ്ങി മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പത്രോസിനെ ഒന്ന് നോക്കി. ഹല്ലേലൂയ. പത്രോസിനെ നോക്കിയപ്പോൾ ആ നോട്ടം അവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പിന്നീട് കർത്താവ്, ഹല്ലേലൂയ, കള്ളനെ ഒന്ന് നോക്കി, എന്നിട്ട് പറയുകയാണ്, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലിരിക്കും. രക്ഷയ്ക്കായി ഒരു ഭാവിയെ നോക്കുന്നതായ നോട്ടം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ 35-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ, ഹല്ലേലൂയ, ശമരിയക്കാരത്തി സ്ത്രീയോടൊക്കെയും പറഞ്ഞതിന് ശേഷം ശിഷ്യന്മാരോട് പറയുന്ന ഒരു ദൂതുണ്ട്. നിങ്ങൾ നോക്കുക, ഹല്ലേലൂയ, വയലൊക്കെയും വിളഞ്ഞ് വെളുത്തിരിക്കുന്നു. കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് ആൾക്കാരെ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. നാം കർത്താവിന്റെ കൺകളിലേക്ക് നോക്കി വിളഞ്ഞിരിക്കുന്ന വിളനിലങ്ങളെ കണ്ട്, കർത്താവെ, പാപികളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിപ്പാൻ കടംപെട്ടവരല്ലേ. ഹല്ലേലൂയ. ചില നോട്ടങ്ങളെ പറ്റി മാത്രം ഞാൻ ഇവിടെ ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവെ, കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് മറിയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. തന്റെ ജീവിതം നുറുങ്ങി തന്റെ പ്രാണൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലും കർത്താവ് മറ്റുള്ള അവരുടെ ആവശ്യങ്ങളിലേക്ക് മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി നമ്മെ നോക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമുക്കൊരു കാര്യം കാണുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൊണ്ട് മറുരൂപമലയിൽ പോയിരിക്കുകയാണ്. ദീർഘനേരം അവിടെ അറ്റ്ലീസ്റ്റ് 1 day, ഹല്ലേലൂയ, അവർ ആ മറുരൂപമലയിൽ ദൈവ തേജസ്സിൽ അങ്ങനെ അമർന്നിരുന്നു കൊണ്ടിരുന്നതായ സന്ദർഭത്തിൽ താഴെ, ഹല്ലേലൂയ, 9 ശിഷ്യന്മാർ, ഹല്ലേലൂയ, മലയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം.
എപ്പോൾ എന്റെ കർത്താവ് വരും. കാരണം ഹല്ലേലൂയ ഭൂതം ബാധിച്ച ചന്ദ്രരോഗമുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ഹല്ലേലൂയ ചന്ദ്രരോഗത്തെ സൗഖ്യമാക്കി ഭൂതത്തെ ഭർത്തിക്കുവാൻ അവർക്ക് കഴിയാതിരുന്നപ്പോൾ പരിഹാസവും നിന്ദയുമാണ് അവർ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ ഞങ്ങളുടെ രാജാവ്, ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എപ്പോൾ വരുമെന്ന് മലയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നാമും അതുപോലെയല്ലേ ഹല്ലേലൂയ ജീവിതത്തിന്റെ പങ്കപ്പാടുകളിൽ, കഷ്ടപ്പാടുകളിൽ നാമും ഉയരത്തിലേക്ക് നോക്കി ഹല്ലേലൂയ കർത്താവേ വേഗം വരേണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരല്ലേ നാം. ഹല്ലേലൂയ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി ഹല്ലേലൂയ അബ്രഹാം നോക്കി 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 നക്ഷത്രമണ്ഡലങ്ങൾക്ക് അപ്പുറത്ത് ഹല്ലേലൂയ സകലത്തിനും അപ്പുറം ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിലേക്ക് ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ നോക്കുന്ന ഹല്ലേലൂയ സ്തോത്രം അബ്രഹാമിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് മശിഹ തമ്പുരാനെ വരേണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ കർത്താവിന്റെ വരവ് വരെയും എന്റെ വിഷയങ്ങളിൽ രക്ഷിപ്പാൻ തക്കം വരേണമേ എന്ന് പ്രാർത്ഥിക്കാം. ദേശത്തെ വിടുവിപ്പാൻ തക്കവണ്ണം വരേണമേ എന്ന് പ്രാർത്ഥിക്കാം. കൊയ്ത്തിന്റെ യജമാനനെ ആത്മാക്കളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഇന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിലൊക്കെയും ഉപരിയായി രാജാതി രാജാവേ, അരുമ മണവാളനെ ഞങ്ങളെ ചേർക്കുവാൻ വേഗം വരേണമേ എന്ന് ഹല്ലേലൂയ ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തെ നോക്കിക്കൊണ്ട് കർത്താവിന്റെ വരവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അത് പറഞ്ഞുകൊണ്ടാണല്ലോ വെളിപ്പാട് പുസ്തകം ദൈവത്തിന്റെ വചനം അവസാനിപ്പിക്കുന്നത്. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. പാസ്റ്റർ, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾപ്പാൻ കർത്താവ് രാത്രികാലം നമ്മളെ സഹായിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരുന്നല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവദാസനെ ഓർത്ത് നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. കർത്താവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ, ആരോഗ്യത്തോടും ബലത്തോടും നടത്തട്ടെ. മകളെ കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ.